നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം. ഇന്നലെ 8 വർഷം നീണ്ട ഒരു വല്ലാത്ത വിധി നമ്മൾ കണ്ടു. പക്ഷേ അതിനുശേഷം ദിലീപ് പറഞ്ഞ ഒരു വാക്കുണ്ട്, ഇനി ഞാനൊന്ന് സംസാരിക്കട്ടെ, ഇത്രയും നാൾ നിങ്ങളൊക്കെയല്ലേ സംസാരിച്ച്, മാധ്യമങ്ങളോടാണ് പറഞ്ഞത്. ഇന്ന് വോട്ടിടാൻ വന്ന ദിലീപിനെ കാവ്യയൊക്കെ മാധ്യമങ്ങൾ ഒപ്പിയെടുക്കാൻ ശ്രമിക്കുന്നു. മാധ്യമങ്ങൾക്ക് ഒരു പുല്ലുവില പോലും കൊടുക്കാതെ തിരിച്ച് കാറിലേക്ക് പോകുന്ന ദിലീപ് ഒരുപക്ഷെ കുറച്ച് സ്ത്രീ ആരാധകരെ കണ്ടപ്പോൾ കാറ് നിർത്തുകയും കുശലാന്വേഷണമൊക്കെ നടത്തുന്നതൊക്കെ കണ്ടു. മാധ്യമ വിചാരണ ഒരുപക്ഷെ ദിലീപിൻ്റെ 8 വർഷത്തെ ജീവിതത്തിനെയും കരിയറിനെയൊക്കെ വല്ലാണ്ട് പ്രതിക്കൂട്ടിലാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ അതിൻ്റെ ഒരു ഇമോഷൻ ആയിരിക്കാം അദ്ദേഹം ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മാധ്യമങ്ങളോട് ചിലതൊക്കെ പറയാനുണ്ട് എന്ന് നേരത്തെയും പറഞ്ഞിരുന്നു, ഞാൻ ചില കാര്യങ്ങൾ പറയുമെന്നുള്ളത്. ഇന്നലെ ചെറിയ 1-2 വേർഡിൽ അദ്ദേഹം ഒതുക്കുകയായിരുന്നു. ഇനി ഉള്ളത് ദിലീപ് സുപ്രീം കോടതിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് പുതിയ വാർത്തകൾ. സുപ്രീം കോടതിയിലേക്ക് തനിക്കെതിരെ ഗൂഢാലോചന നടത്തി അതിൻ്റെ ചില കാര്യങ്ങളുമായി ദിലീപ് പോകുന്നു. ഇതിനിടയിൽ അതിജീവിത ഹൈക്കോടതിയിൽ അടുത്ത ഹർജി സമർപ്പിക്കാൻ പോകുന്നു പ്രോസിക്യൂഷൻ. ശരിക്കും വിധി നടപ്പിലായോ? വിധി നടപ്പിലായി, പക്ഷേ അത് ആർക്ക് അനുകൂലം എന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ കേരളത്തിൽ ചർച്ച ഉയരുന്നത്. ഇന്നലെ വിധി കേട്ടതിന് ശേഷം കോടതി മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്ന ദിലീപ് വളരെ ആലോചിച്ചുറപ്പിച്ച വാക്കുകളാണ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. ആ വാക്കുകൾ ദിലീപ് നേരത്തെ തന്നെ തൻ്റെ മനസ്സിൽ കണക്കുകൂട്ടി വെച്ചിരുന്നു. അപ്പോൾ വിധി എന്തായിരുന്നുവെന്ന് കൃത്യമായി ദിലീപ് മനസ്സിലാക്കി. ദിലീപ് സുപ്രീം കോടതിയിലേക്ക് പോകട്ടെ, അതിജീവിതയ്ക്ക് വേണ്ടി അതിജീവിതയുടെ പ്രോസിക്യൂഷനും അതിജീവിതയ്ക്ക് വേണ്ടി പോരാടുന്ന അന്വേഷണ സംഘവുമൊക്കെ മേൽക്കോടതികളിലേക്ക് പോകട്ടെ. നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത വിഷയമാണ്. പക്ഷേ ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു തലം ഇപ്പോൾ നിലനിൽക്കുന്നു. ആരാണ് കൊട്ടേഷൻ കൊടുത്തത്? ആരാണ് ഈ ആക്രമണത്തിന് കൊട്ടേഷൻ കൊടുത്തത്? നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം ദിലീപിലേക്കുള്ള ഈ യാത്ര. നമ്മൾ കേട്ടതുപോലെ 2017 ഫെബ്രുവരി 17 കേരളം നടുങ്ങിയ ഈ സംഭവം. തൃശ്ശൂരിലെ വീട്ടിൽ നിന്നും നടി കൊച്ചിയിലേക്ക് വരുന്നു. ലാൽ ക്രിയേഷൻസിൻ്റെ മാനേജർ മനോജ് എന്ന വ്യക്തിയാണ് ഒരു വാഹനം, ഒരു SUV മഹീന്ദ്ര വാഹനം ഏർപ്പാടാക്കി കൊടുത്തത്. ഈ SUV-യിൽ തൃശ്ശൂരിൽ നിന്നും നടി യാത്ര തിരിക്കുന്നു. യാത്ര തുടങ്ങി മാർട്ടിൻ എന്ന ഡ്രൈവറെയാണ് നിയോഗിച്ചിരിക്കുന്നത്. മാർട്ടിനെക്കുറിച്ച് വലിയ ക്രിമിനൽ പശ്ചാത്തലം ഇല്ല എന്നാണ് ആദ്യ മൊഴികൾ നമ്മൾ കേട്ടത്. പ്രത്യേകിച്ച് ലാൽ ക്രിയേഷൻസിൻ്റെ മൊഴിയൊക്കെ അത്തരത്തിലായിരുന്നു. ഒറ്റയ്ക്ക് ഒരു നടി യാത്ര ചെയ്യുന്നു തൃശ്ശൂരിൽ നിന്നും കൊച്ചിയിലേക്ക്. സമയം അത്ര ഇരുട്ടിലേക്ക് പോയിട്ടില്ല. മാർട്ടിൻ ചോദിക്കുന്നു, നമുക്ക് മെല്ലെ പോയാൽ പോരെ, പതിയെ പോയാൽ മതി എന്ന് നടി പറയുന്നു. അങ്ങനെ തൃശ്ശൂരിൽ നിന്ന് അവർ യാത്ര തുടങ്ങി. വളരെ സ്ലോയിലാണ് വാഹനം പോയിക്കൊണ്ടിരുന്നത്. ഇതിനിടയിൽ മാർട്ടിന് വന്ന ചില ഫോൺ കോളുകൾ, അപ്പോൾ സംശയമൊന്നും തോന്നിയില്ല നടിക്ക്. പക്ഷെ പിന്നീട് റീവൈൻഡ് ചെയ്യുമ്പോൾ അതിലും ചില സംശയങ്ങൾ. ഇതിനിടയിൽ മാർട്ടിൻ ചില സന്ദേശങ്ങൾ അയക്കുന്നത് ലൊക്കേഷനാണോ എന്ന് പോലും പിന്നീട് നടിക്ക് സംശയം തോന്നി. വാഹനം ആലുവ അത്താണിയിലേക്ക് അടുക്കുന്നു. പതിവിന് വിരുദ്ധമായി വളരെ സ്ലോ ആയിട്ടാണ് ഈ SUV വണ്ടി പോകുന്നത്. അപ്പോൾ നടി പറഞ്ഞു, എനിക്ക് പനമ്പള്ളി നഗറിൽ രമ്യയുടെ വീട്ടിൽ 9 മണിക്ക് എത്തണം, ഞാൻ വാക്ക് കൊടുത്തിരുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും 8:45 കഴിഞ്ഞിരുന്നു. പറഞ്ഞിട്ട് വാഹനത്തിന് സ്പീഡ് കൂടുന്നില്ല. അപ്പോൾ അത്താണിയിലെത്തിയപ്പോൾ പെട്ടെന്നൊരു അപകടം നടന്നു എന്ന് തോന്നലുണ്ടാകുന്നത് പോലെ മറ്റൊരു വാഹനം കൊണ്ടുവന്നു വളരെ വലിയ ബ്രേക്കിട്ട് നിർത്തുന്നു. ഈ വാഹനത്തിൽ ചെറുതായിട്ടൊന്ന് മുട്ടുന്നു. ആ ട്രാവലറിലുണ്ടായിരുന്ന ഏകദേശം 3-4 പേർ പെട്ടെന്ന് ചാടി ഇറങ്ങി ഈ കാറിൻ്റെ വശത്തേക്ക് വരുന്നു. മാർട്ടിൻ വലിയ അന്താളിപ്പൊന്നും കാട്ടുന്നില്ല. മാർട്ടിൻ പുറത്തിറങ്ങി ഇവരുമായിട്ട് സംസാരിക്കുന്നു. പെട്ടെന്ന് തന്നെ ഈ 4 പേരിൽ 2 പേർ നടിയുടെ ഇരുവശവുമായി കയറിയിരിക്കുന്നു. മാർട്ടിനെ മാറ്റി ആ ഡ്രൈവർ സീറ്റിൽ ഒരാളിരിക്കുന്നു. മാർട്ടിനും കയറുന്നു. അങ്ങനെ ഈ കാർ, ഈ SUV വാഹനം മുന്നോട്ടെടുക്കുമ്പോൾ ഈ വാഹനത്തിലുണ്ടായിരുന്ന 2 പേർ പെട്ടെന്ന് നടിയുടെ ഫോൺ ഒരാൾ തട്ടിപ്പറിക്കുന്നു, മറ്റൊരാൾ വാ പൊത്തിപ്പിടിക്കുന്നു. പെട്ടെന്ന് അതിജീവിത എന്ന് പറയുന്ന നടി ഓർത്തു തൻ്റെ വാഹനം അപകടത്തിൽപ്പെട്ടതുകൊണ്ട് അവർ രോക്ഷാകുലരായി ഈ വാഹനത്തിൽ പ്രവേശിച്ച് തനിക്ക് നേരെ അതിക്രമം കാട്ടുന്നതാണ് എന്നുള്ളൊരു ധാരണയാണ് പെട്ടെന്ന് നടിക്ക് വന്നത്. പക്ഷേ വാഹനം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പിന്നീട് ഊടുവഴികളിലേക്ക് തിരിഞ്ഞു. സീപോർട്ട് എയർപോർട്ട് റോഡിനടുത്ത് ഊടുവഴികളിലേക്ക് തിരിഞ്ഞു. വല്ലാത്ത ഒരു പരിഭ്രമം നടിക്കുണ്ടായി. ഒരു ഘട്ടത്തിൽ പുറകോട്ട് നോക്കിയപ്പോഴതാ മറ്റേ ടെമ്പോ ട്രാവലർ അടുത്ത് വന്നിരിക്കുന്നു. അതിനിടയിൽ മാർട്ടിൻ ആർക്കോ തൻ്റെ ലൊക്കേഷൻ അയച്ചു കൊടുക്കുന്നു. ടെമ്പോ ട്രാവലർ വന്നു. ഈ വാഹനം ഒരു ആൾപ്പാർപ്പില്ലാത്ത വീടിന് മുന്നിൽ നിൽക്കുന്നു. അതിലുണ്ടായിരുന്ന 2 പേർ കൂടി ചാടിയിറങ്ങി നേരെ ഈ വാഹനത്തിനടുക്കലേക്ക് വരുന്നു.
ഡ്രൈവർ സീറ്റിലേക്ക് പുതിയൊരാൾ കയറുന്നു. മാർട്ടിനെ പൂർണ്ണമായിട്ടും മാറ്റി. ആ വാഹനം കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ ഡ്രൈവർ സീറ്റിലിരുന്നയാൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ഈ നടി ഞെട്ടിപ്പോയി. തന്നെ ഗോവയിൽ പോകാൻ വേണ്ടി വന്നിരുന്ന പൾസർ സുനി എന്ന സുനിൽകുമാർ. അപ്പോൾ സുനി നടിയോട് പറഞ്ഞു, ഞാൻ തന്നെയാണ്, ഞങ്ങൾക്കൊരു കൊട്ടേഷൻ കിട്ടി, നിൻ്റെ നഗ്നചിത്രങ്ങൾ പകർത്തുകയാണ് ഞങ്ങളുടെ കൊട്ടേഷൻ, അത് പകർത്തിയേ ഞങ്ങൾ പോകും, നീ സഹകരിച്ചാൽ നമുക്ക് പെട്ടെന്ന് 2-3 മിനിറ്റിനുള്ളിൽ ഞങ്ങളുടെ ജോലി തീർക്കാം, പക്ഷേ നീ സഹകരിക്കണം, ഞങ്ങളൊരു ബലാത്സംഗത്തിനല്ല ഇവിടെ നിൽക്കുന്നത്, ഞങ്ങൾ ബലാത്സംഗം നിന്നെ ചെയ്യും, അത് ഞങ്ങൾക്ക് നിൻ്റെ നഗ്നചിത്രങ്ങളോട് കൂടി വേണം, ഞങ്ങൾ ഒരു ഗാങ് റേപ്പിനല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൂട്ടബലാത്സംഗത്തിനൊന്നുമല്ല, ഞങ്ങൾക്ക് ഇതൊരു കൊട്ടേഷനാണ് എന്നാണ് പൾസർ സുനി നടിയോട് പറയുന്നത്. നടി പരിഭ്രമിച്ച് വല്ലാത്ത തലത്തിലേക്ക് പോയി. നടി പറഞ്ഞു, എൻ്റെ അച്ഛൻ മരിച്ച് കുറച്ച് കാലമായതുള്ളൂ, എനിക്കിത്തരം ഒരു അനുഭവം താങ്ങാൻ കഴിയുന്നില്ല, ഞാൻ ട്രോമയിലേക്ക് പോയി, എൻ്റെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ്, ദയവായി എന്നെ ഉപദ്രവിക്കരുത്. ഇതിനിടയിൽ പൾസർ സുനി വാഹനം നിർത്തി. വീണ്ടും മാർട്ടിൻ ആ വാഹനത്തിൻ്റെ ഡ്രൈവറായി കയറുന്നു. പൾസർ സുനി നടിക്കരികിലേക്ക് വരുന്നു, അവളെ കടന്നു പിടിക്കുന്നു, ബലാത്സംഗം ചെയ്യുന്നു. ഈ ദൃശ്യങ്ങൾ മറ്റൊരുത്തൻ ഇതെല്ലാം പകർത്തിയെടുക്കുന്നു. അപ്പോൾ അതിനിടയിൽ മറ്റേ ട്രാവലറിൽ നിന്നാണ് ദൃശ്യങ്ങൾ പകർത്താനുള്ള മൊബൈൽ ഫോൺ അവർ സംഘടിപ്പിച്ച് കൊണ്ടുവന്നത്. മറ്റുള്ള പ്രതികൾ ഇത് സഹായികളായി നിൽക്കുന്നു. ഇതിനിടയിൽ മാഡം ഇതൊരു കൊട്ടേഷനാണ് എന്ന് മറ്റൊരു പ്രതി പറഞ്ഞു നമുക്കറിയാം. അപ്പോൾ അതിക്രൂരമായി ഒരു അറിയപ്പെടുന്ന നടിയെ പൊതു ഇടത്തിൽ വെച്ച് ബലാത്സംഗം ചെയ്യുകയും അവളെ നഗ്നയാക്കുകയും വിവസ്ത്രയാക്കുകയും ചെയ്ത് ആ ദൃശ്യങ്ങൾ പകർത്തിയ ഒരു ഫോണിൽ പെട്ടെന്ന് ആ ഫോൺ ഇന്നും അപ്രത്യക്ഷമാണെന്ന് ഓർക്കണം. ആ ഫോൺ എവിടെയെന്ന ചോദ്യമാണ് ഏറ്റവും പ്രധാനം ഇതിലെ. ഇതൊരു കൊട്ടേഷനാണെന്ന് പൾസർ സുനി മാത്രമല്ല, മാഡം ഇതൊരു കൊട്ടേഷനാണെന്ന് പറഞ്ഞ മറ്റൊരു പ്രതിയുടെ വാക്കുകൾ. പൂർണ്ണമായും ഇതൊരു ബലാത്സംഗമായിരുന്നു എങ്കിൽ അവിടെ വെച്ച് അവളെ അവർ ഉപേക്ഷിക്കേണ്ടതായിരുന്നു. ഇവിടെ 2-3 ചോദ്യങ്ങൾ അവശേഷിക്കുന്നു. ഒരു ബലാത്സംഗമായിരുന്നു ഇവരുടെ ലക്ഷ്യമെങ്കിൽ എല്ലാ പ്രതികളും ഈ യുവതിയെ സുരക്ഷിതമായ ഏതെങ്കിലും ഇടത്തിലേക്ക് കൊണ്ടുപോയി അവർ ബലാത്സംഗം ചെയ്ത് ആ കൊടും ക്രൂരത അവർ പൂർത്തിയാക്കുമായിരുന്നു. പൊതുസ്ഥലത്തൊരു വാഹനത്തിൽ വെച്ച് അവരുടെ ലക്ഷ്യം മുഴുവൻ ഈ നഗ്നചിത്രം പകർത്തുകയാണ്. ആ സംഭവത്തിന് തൊട്ട് മുൻപ് നടി പറഞ്ഞു, എത്ര രൂപ വേണമെങ്കിലും ഞാൻ തരാം, എന്നെ ഉപദ്രവിക്കരുത്, എൻ്റെ ജീവിതം തകർക്കരുത്, കരഞ്ഞ് കാല് പിടിച്ചു. അപ്പോഴും സുനി പറയുന്നു, ഇതൊരു കൊട്ടേഷനാണ്, ഞങ്ങൾക്ക് ഇതിൽ നിന്ന് മാറാൻ കഴിയില്ലെന്ന്. പിന്നീട് മാർട്ടിൻ കാറിൽ കയറുന്നു. നീ ഈ കൂട്ടത്തിലുണ്ടായിരുന്നു അല്ലേ എന്ന് നടി ചോദിക്കുന്നു. അവൻ മിണ്ടുന്നില്ല. അവൻ നേരെ ലാൽ ക്രിയേഷൻസിൻ്റെ ഉടമ ലാലിൻ്റെ വീട്ടിലേക്ക് വാഹനം കൊണ്ടുപോകുന്നു. ആ വീടിൻ്റെ മുന്നിൽ ഇറക്കുന്നു. അപ്പോൾ പെട്ടെന്ന് ലാലിന് ഇവനെ സംശയം തോന്നുന്നു. മാർട്ടിനെ പിടിച്ചു നിർത്തുന്നു. ആൻഡോ ജോസഫും PT തോമസും വരുന്നു. ബെഹ്റയെ അന്ന് ലാലാണ് വിളിച്ചു പറഞ്ഞതെന്നാണ് ഇപ്പോൾ ലാൽ അവകാശപ്പെടുന്നത്. പക്ഷേ PT തോമസ് ആണെന്ന് പോലീസിനെ വിളിച്ചതെന്നായിരുന്നു നമ്മൾ പൊതുവെ മനസ്സിലാക്കിയത്. പെട്ടെന്ന് തന്നെ പോലീസ് ഇടപെടുന്നു. മാർട്ടിനിലൂടെ, പൾസർ സുനിയിലൂടെ ഈ കൊടും ക്രൂരത കേരളം അറിയുന്നു. ഇവിടെയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ആരാണ് ഈ കൊട്ടേഷന് പിന്നിൽ? ഇപ്പോൾ കോടതി പറയുന്നു, ദിലീപിനെ ഈ കൊട്ടേഷൻ കേസിൽ, ഗൂഢാലോചന കേസിൽ ദിലീപിനെ ശിക്ഷ വിധിക്കാനുള്ള തെളിവുകൾ ലഭിച്ചിട്ടില്ല കോടതിക്കെന്ന്. നമ്മൾ കണ്ടത് അതിശക്തമായ അന്വേഷണം മുന്നോട്ട് പോകുന്ന പോലീസ് സംഘത്തെ നമ്മൾ കണ്ടു, പ്രോസിക്യൂഷനെ നമ്മൾ കണ്ടു. പിന്നീട് അന്വേഷണത്തിൻ്റെ ഇതൾ വിരിയുന്നത് പൂർണ്ണമായും ഒരു പൊതുബോധത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. എന്താണ് ഈ ആക്രമണത്തിന് കാരണം? പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്തി. അന്നത്തെ ദിലീപിൻ്റെ ഭാര്യ മഞ്ജു വാര്യർ ദിലീപും കാവ്യ മാധവനും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കുന്നത്, അതിൻ്റെ പിന്നിൽ ഈ ആക്രമിക്കപ്പെട്ട നടിയായിരുന്നു എന്ന വെളിപ്പെടുത്തൽ, അവിടെ നിന്ന് നടിയുടെ മൊഴിയിലേക്ക്, ദിലീപുമായി ബന്ധപ്പെട്ട ഒട്ടനവധി തെളിവുകളിലേക്ക്, ലക്ഷ്യ എന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇവിടെ അന്ന് ഉയർന്നു കേട്ട 3 ഗൂഢാലോചന സിദ്ധാന്തങ്ങളുണ്ട്. നമുക്കിപ്പോൾ സെഷൻസ് കോടതിയുടെ വിധിയെ, എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ ഈ വിധിയെ, ഹണിയും വർഗീസിൻ്റെ ഈ വിധിയെ 2 തലത്തിൽ സമീപിക്കാം. ഒന്ന്, ജഡ്ജി പറയുന്നു ദിലീപിനെ കുറ്റക്കാരനാക്കാൻ വേണ്ട തെളിവുകളില്ല എന്ന്. അപ്പോൾ ജനങ്ങളുടെ ഒരു സ്വാഭാവിക രോഷപ്രകടനമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കാണുന്നത്. അവർ ചോദിക്കുന്നു, ആരാണ് ഈ കൊട്ടേഷൻ കൊടുത്തത്? ദിലീപ് അല്ലെങ്കിൽ ആരായിരുന്നു ഇത്തരമൊരു കൊട്ടേഷന് പിന്നിൽ എന്ന് കോടതിക്ക് അന്വേഷിക്കാൻ കഴിഞ്ഞ 8 വർഷമുണ്ടായിരുന്നു. കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും പോലീസിനോടോ പ്രോസിക്യൂഷനോടോ കോടതി എന്തുകൊണ്ട് ദിലീപിനപ്പുറം
ഈ കേസന്വേഷണം മറ്റൊരു തലത്തിലേക്ക് കടക്കണമെന്ന് എന്തുകൊണ്ട് ആവശ്യപ്പെട്ടില്ല? നമ്മൾ അവിടെ നിന്ന് ഈ കൊടും ക്രൂരത സംഭവിച്ച ദിവസത്തിലേക്ക് വീണ്ടും മടങ്ങുമ്പോൾ 3 കഥകൾ നമ്മളൊന്ന് കേട്ടു തൊട്ടടുത്തടുത്ത ദിവസങ്ങളിൽ. ഒന്ന്, ലാൽ ക്രിയേഷൻസുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ, ലാലിൻ്റെ മകനുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ. നമുക്കതിലൊന്നും സ്ഥിരീകരണമില്ല, അതിൻ്റെ ഒന്നും വാസ്തവം നമുക്കറിയില്ല. ലാലിൻ്റെ കൈ വിട്ടുപോയതാണ് ഈ കേസ് എന്നൊക്കെ നമ്മൾ, കാരണം ആൻഡോ ജോസഫ് PT തോമസ് വന്നതോടെ ലാലിൻ്റെ തന്നെ കൈവിട്ടുപോയി എന്നൊക്കെ നമ്മളന്ന് കേട്ടു. അത് ഒരു ഗൂഢാലോചന സിദ്ധാന്തം. മറ്റൊന്ന്, തുടക്കത്തിൽ തന്നെ നമ്മൾ കേട്ടിരുന്നു ഈ കൊട്ടേഷന് പിന്നിലൊരു മാഡമാണെന്ന്. കാരണം വാഹനത്തിൽ വെച്ച് തന്നെ മാഡം ആ നടിയോട് പറഞ്ഞിരുന്നു ഇതിന് പിന്നിലൊരു മാഡമാണ്. ആ മാഡം കാവ്യ മാധവനാണ് എന്ന തലത്തിൽ പിന്നീട് വന്നിരുന്നു. കാവ്യയെ രക്ഷിച്ചെടുക്കാൻ, കാവ്യയുടെ കുറ്റം ദിലീപിലേക്ക് കൊണ്ടുവന്ന് ദിലീപിലൂടെ അത് സ്ഥാപിച്ചെടുക്കാൻ പോലീസ് നടത്തിയ ശ്രമം പൊളിഞ്ഞു. യഥാർത്ഥ പ്രതിയെ രക്ഷിക്കാൻ നോക്കിയതാണ് ഇപ്പോൾ ഈ ഗൂഢാലോചന സിദ്ധാന്തം പൊളിഞ്ഞടുങ്ങാനുള്ള കാരണമെന്ന് ഒരു കൂട്ടർ വാദിക്കുന്നു. ഇത് രണ്ടാം സിദ്ധാന്തം. 3, ദിലീപിനുമപ്പുറം മറ്റ് ചില ലക്ഷ്യങ്ങളുള്ള ആളുകളുണ്ടായിരുന്നു. ദിലീപും ആ കോക്കസിലുണ്ടായിരുന്നു. നമ്മൾ കരുതുന്നതിലും അപ്പുറത്ത് വലിയൊരു മാഫിയ സംവിധാനം സിനിമയുടെ അകത്തളകളെ നിയന്ത്രിക്കുന്നു. അതിൻ്റെ കഥകളൊന്നും അന്വേഷണത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ പുറത്തു വന്നില്ല എന്നേ ആക്ഷേപം. അപ്പോൾ ഈ 3 തിയറികൾ പരിശോധിക്കുമ്പോഴും നമുക്ക് ഒട്ടനവധി സംശയങ്ങളുണ്ട്. ഇവിടെ ഏറ്റവും അടിസ്ഥാനപരമായ സംശയം, എന്തുകൊണ്ട് ഈ 3 ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ ഈ അന്വേഷണ സംഘം അന്വേഷിച്ചില്ല? ഈ 3 ആക്ഷേപങ്ങൾ എന്തുകൊണ്ട് പരിശോധിച്ചില്ല? ദിലീപിലേക്ക് വന്നു. ദിലീപിനെ പ്രതിയാക്കി പിന്നീട് ദിലീപിൻ്റെ ഒരു പ്രതിസ്ഥാനം ഉറപ്പിക്കുന്ന നിരവധി തെളിവുകൾ പോലീസ് സംഘം കണ്ടെത്തി. ഒടുവിൽ പ്രോസിക്യൂഷൻ അതിശക്തമായി വാദിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അപ്പുറത്ത് രാമൻപിള്ള എന്ന വക്കീലാണ്. ബി രാമൻപിള്ള അത്ര നിസ്സാരക്കാരനല്ല. അതിശക്തമായി കോടതി മുറിയിൽ വാദിക്കുന്ന ബി രാമൻപിള്ളയെ നമ്മൾ കണ്ടു. ആദ്യം 85 ദിവസം ദിലീപ് അഴിക്കുള്ളിൽ കിടക്കുമ്പോഴെന്ന് രാംകുമാറായിരുന്നു അഭിഭാഷകൻ. പിന്നീട് രാമൻപിള്ള എത്തി ദിലീപിനെ ജയിൽ വിമുക്തനാക്കുന്നു. അന്ന് രാമൻപിള്ള കൊടുത്ത വാക്കുണ്ട്, ദിലീപിനെ കുറ്റവിമുക്തനാക്കുമെന്ന്. ആ വാക്ക് രാമൻപിള്ള പാലിച്ചു. ദിലീപ് രാമൻപിള്ളയുടെ കാലു തൊട്ട് വണങ്ങി, ആ മുഖത്ത് ഉമ്മ കൊടുത്തു, അദ്ദേഹത്തെ ചേർത്ത് ആശ്ലേഷിച്ചു. രാമൻപിള്ളയ്ക്ക് വലിയ സന്തോഷം. രാമൻപിള്ള മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു, ഇതൊരു ഗൂഢാലോചനയാണ്, ദിലീപിനെ ഇരയാക്കിയ ഗൂഢാലോചന. അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ബി സന്ധ്യ IPS എന്ന പോലീസ് ഉദ്യോഗസ്ഥയാണ്. സന്ധ്യക്കെതിരെ, ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ കളിച്ചവർക്കെതിരെ ഞങ്ങൾ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എന്ന് രാമൻപിള്ള. മറുവശത്ത് വലിയ പൊട്ടിത്തെറികൾ. അതിജീവിതയ്ക്ക് ഒരു നീതി വാങ്ങിക്കൊടുക്കാൻ ഇവിടെ പ്രോസിക്യൂഷനും പോലീസിനും കഴിഞ്ഞില്ല എന്ന ആക്ഷേപം. മറ്റൊരാക്ഷേപമാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞാടുന്നത് നമ്മൾ കണ്ടത്. പണവും സ്വാധീനവും ആവോളം ഒഴുകിയപ്പോൾ അവിടെ വിധിയും മാറ്റിമറിക്കപ്പെട്ടു. ഇരയുടെ മാനമാണോ പ്രതിയുടെ ഭാവിയാണോ ഇവിടെ വലുതെന്ന് അതിശക്തമായ ചോദ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുമ്പോൾ നമുക്ക് ഒരു കാര്യം തീർത്ത് പറയാം, ഇതിൽ ഒരുപാട് ദുരൂഹതകളുണ്ട്. ആരാണ് കേസ് അട്ടിമറിച്ചത്? കോടതി ഒരു വിധി പറയുമ്പോൾ കോടതിയുടെ മുന്നിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കോടതിയുടെ മുന്നിലെത്തിയ തെളിവുകളും സാക്ഷികളുമാണ് പ്രധാനം. 28 സാക്ഷികൾ കൂറുമാണ്. നിരവധി തെളിവുകൾ പിന്നീട് അപ്രത്യക്ഷമായി. നമ്മൾ കണ്ടതാണ് കോടതിയിലെ സ്റ്റോർ മുറിക്കുള്ളിൽ ഏറ്റവും പരമമായി നമുക്ക് ഒരു സൂക്ഷ്മമായ ഒരു സംവിധാനം സൂക്ഷിക്കാമെന്ന് കരുതിയ ലോക്കർ റൂമിനുള്ളിൽ നിന്ന് പോലും അതിജീവിതയുടെ ദൃശ്യങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു പോകുന്നത് നമ്മൾ ഭീതിയോടെ കണ്ട ദിവസമുണ്ട്. അതിജീവിതയുടെ കണ്ണുനീർ. ജഡ്ജിയെ മാറ്റണമെന്നൊരു അതിജീവിത സുപ്രീം കോടതിയിൽ അപേക്ഷയുമായി ചെല്ലുന്നു. അവരെ സുപ്രീം കോടതി അവിടെ നിന്ന് അവരുടെ അപേക്ഷ തള്ളിക്കളയുന്നു. 2 പ്രോസിക്യൂട്ടർമാർ കോടതി സഹകരിക്കുന്നില്ല എന്ന ആരോപണം ഉയർത്തി രാജിവെച്ചൊഴിയുന്നു. ഇവിടെ കോടതി സഹകരിക്കേണ്ടതില്ല പ്രോസിക്യൂട്ടർമാരോട്, അതും ശരിയാണ്. പക്ഷേ ഈ വരികൾക്കിടയിലൊക്കെ നമുക്ക് പലതും വായിക്കാൻ കഴിയുന്നു, പലതും മനസ്സിലാക്കാൻ കഴിയുന്നു, പലതും തിരിച്ചറിയുന്നു. പക്ഷെ നമ്മുടെ ഊഹാപോഹങ്ങൾ, നമ്മുടെ അത്തരം ചിന്തകൾ ദിലീപിനെ ഒരു കുറ്റവാളിയാക്കാൻ അത്ര കണ്ട് ഉപകരിക്കില്ല. കാരണം ഇവിടെ കോടതിയുടെ വിധിന്യായമാണ് പ്രധാനം, കോടതിയുടെ ഫൈൻഡിങ്സ് ആണ് പ്രധാനം. ഒരു കാര്യം വ്യക്തമാണ്, അതിജീവിതയെ ക്രൂരമായി ആക്രമിച്ച് 6 പേരെ ശിക്ഷിക്കുമ്പോൾ മറുവശത്ത് അവരെക്കാൾ കൊടും കുറ്റവാളിയായ, ഇപ്പോഴും തിരശ്ശീലയ്ക്കുള്ളിൽ മറഞ്ഞിരിക്കുന്ന ഏതോ ഒരു നിഗൂഢ ശക്തിയുണ്ട്. തീർച്ചയായിട്ടും ഈ കൊട്ടേഷൻ കൊടുത്ത ശക്തി. അവർ നിയമത്തിന് മുന്നിൽ വരാത്തിടത്തോളം കാലം
നമ്മുടെ ജനാധിപത്യ സംവിധാനം ദുർബലമാണ്, നമ്മുടെ കോടതികൾ വെറും നോക്കുകുത്തികളാണ്, കണ്ണ് മൂടിക്കെട്ടിയ നീതിദേവത എന്നൊക്കെ പറയുന്നത് മറ്റൊരു തലത്തിൽ നമ്മൾ കാണുന്നു. കണ്ണ് മൂടി കെട്ടപ്പെടേണ്ട നീതിദേവതയായി മാറുന്നു. അവിടെ കറുത്ത കോട്ടിട്ട അഭിഭാഷകർ ജഡ്ജിക്കെതിരെ രാജിവെച്ചൊഴിയാനുള്ള ആക്രോശം നടത്തുന്നു. പ്രതിയെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്ന ജഡ്ജി എന്ന് ചിലർ ആക്ഷേപിക്കുന്നു. പക്ഷേ ആ ആക്ഷേപം അടിസ്ഥാനരഹിതമാണ് എന്ന വിശദീകരണവുമുണ്ട്. ജഡ്ജിയെ നമുക്ക് വിമർശിക്കേണ്ട, വിധിയെ വിമർശിക്കാനുള്ള അവകാശം ഓരോ വ്യക്തിയിലുമുണ്ട്. ഈ വിധിക്കെതിരെ ഞങ്ങൾ ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും സമീപിക്കുമെന്ന് നിയമവിദഗ്ധർ പറയുന്നു, പ്രോസിക്യൂഷൻ പറയുന്നു. TB മനി എന്ന അതിശക്തിയായൊരു പോരാളിയുണ്ട്. അവരെ ഇപ്പോൾ സോഷ്യൽ മീഡിയ വലിച്ചു കയറുകയാണ്. അതിജീവിതയുടെ കയ്യിൽ നിന്ന് പണം തട്ടാൻ വരെ അവർ വലിഞ്ഞു കയറി വന്നതെന്നൊക്കെ പറഞ്ഞു. അതിനോടൊന്നും നമുക്ക് യോജിക്കാൻ കഴിയില്ല. പക്ഷെ കേരളം ഇപ്പോൾ കാണുന്നത് ഏറ്റവും ഭീതിതമായ ഒരു കാഴ്ചയാണ്. ഇതിൽ ഒരു പക്ഷേ ദിലീപ് 9 വർഷത്തോളം ദിലീപ് ഒരു ഭാഗത്ത് നിന്ന് നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ കരിയർ, അദ്ദേഹത്തിൻ്റെ ജീവിതമൊക്കെ പോയിട്ടുണ്ട്. ദിലീപ് ഈ പറഞ്ഞതുപോലെ തെറ്റുകാരനല്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഏറ്റവും വലിയ ഇര ദിലീപ് കൂടിയാണ്. ഇതിൽ ഒരു പക്ഷേ ആദ്യം മുതൽ തന്നെ ഗൂഢാലോചന എന്നുള്ളൊരു ക്ലിപ്പ് വന്നപ്പോൾ തന്നെ അത് നേരെ ദിലീപിലേക്കാണ് പോയത്. അത് ഒരു പക്ഷേ മറുഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഈ പൾസർ സുനിയെ വിട്ട മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ പറഞ്ഞതുപോലെ ഒളിഞ്ഞിരിക്കുന്ന മറ്റേതെങ്കിലും കൊടും ക്രിമിനൽ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു പക്ഷേ രക്ഷപ്പെടാനുള്ള സാധ്യതകളല്ലേ ഈ പ്രോസിക്യൂഷനും ഈ ഉദ്യോഗസ്ഥരും ഒക്കെ നിർത്തിക്കൊടുത്തിരിക്കുന്നത്. കാരണം ദിലീപിലേക്ക് മാത്രം അങ്ങ് ഫോക്കസ് ചെയ്ത് പോവുമായിരുന്നു ഈ കേസ്. മറ്റ് പൾസർ സുനിയിലൂടെ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് ചെക്കാൻ പോലും ഒരു പക്ഷേ ഒരു ഭാഗത്ത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്നും കാണാമറയത്ത് ഒരു ക്രിമിനൽ ഇരിപ്പില്ലേ? തീർച്ചയായിട്ടും ദിലീപിനപ്പുറം ഒരു ക്രിമിനൽ ഈ ഒരു കൊടും ക്രൂരതയ്ക്ക് പിന്നിലുണ്ടോ എന്ന് നമുക്കിപ്പോൾ പറയുക വയ്യ. നമുക്ക് മുന്നിൽ വ്യക്തമായ തെളിവുകളില്ല. പക്ഷെ ഒന്നുറപ്പാണ്, ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ്, ഇതൊരു കൊട്ടേഷന്റെ ഭാഗമാണ്. കാരണം ആക്രമണം അതാണ് തെളിയിക്കുന്നത്. ഞാൻ അതുകൊണ്ടാണ് അന്നത്തെ ആ വൈകുന്നേരത്തിന്റെ ക്രൂരത ഒരിക്കൽ കൂടി ഒന്ന് വിവരിച്ചത്. ആക്രമണം വ്യക്തമാക്കുന്നത് അതിന് പിന്നിലുള്ള കൊട്ടേഷനാണ്, ഗൂഢാലോചനയാണ്. ഇപ്പോൾ മറ്റൊരു വാദം കൂടി ഉയരുന്നു. ഈ സംഘം, പൾസർ സുനിയും മാർട്ടിനുമൊക്കെ ഉൾപ്പെട്ട ഈ സംഘം പണം തട്ടാൻ നടിയെ ആക്രമിച്ചതാണെന്ന്. പക്ഷെ അവിടെ ഒരിക്കലും നമുക്ക് അതിനൊരു വിശ്വാസ്യത ഫീൽ ചെയ്യുന്നില്ല. കാരണം നടി എത്ര പണം വേണമെങ്കിലും തരാമെന്ന് പറയുന്നു. മറ്റൊന്ന്, ഈ ദൃശ്യങ്ങൾ അവർക്ക് ഏത് തലത്തിൽ ഈ നടിക്കെതിരെ ഉപയോഗിക്കാൻ കഴിയും? അവരെ ഭയപ്പെടുത്തി ഈ ഷൂട്ട് ചെയ്ത ദൃശ്യങ്ങൾ കാണിച്ച് പണം തട്ടാനാണ് അവരുടെ ഭാവമെങ്കിൽ പിന്നെ ലാലിൻ്റെ വീട്ടിലേക്ക് ഇവരെ കൊണ്ട് ഇറക്കി വിടുമ്പോൾ മാർട്ടിൻ ഇത്ര വിഡ്ഢിയാണോ? ഇവർ ഒരു സംഘം ചേർന്ന് ഗോവയിൽ നിന്ന് സുനി തിരിച്ചു വന്ന് ഈ ഒരൊറ്റ നടി എന്തിനവർ ഫോക്കസ് ചെയ്തു? പിന്നീട് നമ്മൾ നിരവധി തെളിവുകൾ കണ്ടു, കൊട്ടേഷൻ്റെ നിരവധി തെളിവുകൾ. ഒളിപ്പിച്ച ഫോൺ മുതൽ, ജയിലിൽ നിന്ന് എഴുതിയ കത്ത് മുതൽ, പിന്നീട് നമ്മൾ എത്രയെത്ര ലക്ഷ്യയിൽ നടന്ന തിരിമറികൾ മുതൽ എത്രയെത്ര തെളിവുകൾ നമുക്കുണ്ട്. അപ്പോൾ ആ തെളിവുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ പലപ്പോഴും ദിലീപ് തന്നെയാണ് കൊടും കുറ്റവാളി എന്ന ചിന്ത അതൊരു അവിടെയും ഇപ്പൊ ഇന്നലെ തന്നെ ഞാൻ 1-2 പേര് പറയുന്നത് കേട്ട. ഇപ്പം ഒരു ക്രിമിനലിന് അറിയാം ആ ജയിലിൽ നിന്ന് ഒരു കത്തെഴുതിയ നേരെ അത് പോലീസുകാരുടെ കയ്യിൽ, ഒരു മെസ്സേജ് അയച്ചത് ഈ ഒരു സന്ദർഭത്തിൽ അത് പോലീസുകാർ പെട്ടെന്ന് എടുക്കും എന്നുള്ളത് ഏതൊരു ക്രിമിനൽ 2 തലത്തിൽ ചിന്തിക്കണം. ഒന്ന്, ഒരു ഫോൺ മറ്റൊരു ആളെ കൊണ്ട് കൊണ്ടിരിപ്പിച്ച് അത് പോലീസ് തന്നെ പ്ലാൻ ചെയ്യും. ഇപ്പൊ മറ്റൊരാളുടെ ഒരു ഫോൺ കൊടുത്തുവിട്ട് പ്രതിക്ക് വളരെ സുരക്ഷിതമായി ഫോൺ കൊടുക്കും. പക്ഷെ അയാൾ ഫോൺ ചെയ്യുന്നത് ആരെയാണ്? അതാണ് പ്രധാനം. ഒരു കുറ്റം തെളിയിക്കാൻ പോലീസിന് പല നമ്പറുകളുമുണ്ട്. മറ്റൊരാൾ ഉപയോഗിച്ച ഒരു കത്ത് ഞാൻ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്തോളാം, എൻ്റെ തന്നേക്കാൻ പറഞ്ഞ് പോലീസ് തന്നെ ആളെ വിട്ട് മേടിപ്പിക്കുക. അതൊക്കെ ഇപ്പൊ 2 പേരെ പ്ലാൻ ചെയ്യിപ്പിച്ചെന്നാണല്ലോ പറയുന്നത്. ജയിലിനുള്ളിലേക്ക് 2 പേരെ പോലീസ് പ്ലാൻ ചെയ്തതായിരിക്കും, പോലീസ് തന്നെ ചെയ്യിപ്പിച്ചതായിരിക്കും. പക്ഷെ അപ്പോൾ പൾസർ സുനി വിശ്വസിച്ച് കത്ത് കൈമാറുകയും തൻ്റെ കയ്യിൽ കിട്ടിയ മൊബൈൽ ഫോണിൽ നിന്ന് നാദിർ ഷാ ഉൾപ്പെടെ അവരെ വിളിക്കുകയും ദിലീപിനോട് പണം എത്തിക്കാൻ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തു. അത് ഒരു കേസിൽ അതിനെ ബലപ്പെടുത്താൻ വേണ്ടിയാവും പോലീസിനെ സംബന്ധിച്ച്. അതിലൊന്നും നമുക്ക് പോലീസ് സംഘത്തിൻ്റെ അന്വേഷണ രീതിയെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. പക്ഷെ അതൊന്നും ആത്യന്തികമായി കോടതിയിൽ വിലപ്പോയില്ല. എല്ലാ തെളിവുകളും കെട്ടിപ്പൊക്കി കോടതിയിൽ എത്തിയെങ്കിലും കോടതി ദിലീപിൽ മാത്രം. അതിലുള്ള പൾസർ സുനിക്കും ഈ ഒരു സംഘത്തിന് കൃത്യമായിട്ട് അറിയാം ഇത് ഒരു പക്ഷെ പുറത്തായി കഴിഞ്ഞാൽ അവരിലേക്ക് തന്നെ അന്വേഷണം വരും, അവർ തന്നെ പ്രതികളാകും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു ഇത് ചെയ്തത്. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഒരു ബലാത്സംഗം എന്നൊക്കെയാണെങ്കിൽ ഇങ്ങനെ പൊതുമധ്യയിലല്ലോ, വേറെ ഏതെങ്കിലും സ്ഥലത്ത് കൂട്ടിക്കൊണ്ടുപോകാം, മറ്റേതെങ്കിലും പ്ലാൻ ചെയ്തൊക്കെ അങ്ങനെ അത്തരത്തിൽ ചെയ്യാം.
ഇത് അതിനേക്കാൾ അപ്പുറം ഈ വീഡിയോ എടുക്കുക, ഇവരെ ഇത് വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യുക, മറ്റെന്തോ ഒരു ഗൂഢ ലക്ഷ്യമാണ്. ഇത് വ്യക്തമാണ്. പക്ഷേ അപ്പോഴും പൾസർ സുനി എന്ന് പറയുന്ന ക്രിമിനലിനെ കൃത്യമായിട്ട് ഈ പറയുന്ന അതിജീവിതയ്ക്ക് അറിയാം. മാത്രമല്ല ഇത് നേരെ കൊണ്ടുവന്ന് വിട്ടത് ലാലിന്റെ വീട്ടിലേക്കാണ്. ഈ ഡ്രൈവർ ഉൾപ്പെടെ ഉള്ള വ്യക്തികൾ ഇതിനകത്ത് ഇൻവോൾവ് ആണെന്ന് ഈ പറയുന്ന നടിക്കറിയാം. അപ്പോൾ തീർച്ചയായിട്ടും ഇവരിലേക്ക് തന്നെ അന്വേഷണം വരെ ഇവർ പ്രതിയാവുകയും ചെയ്യും. അങ്ങനെ പ്രതിയാകുമെന്ന് അറിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ തങ്ങൾ ജയിലിലാകുമെന്ന് അറിഞ്ഞുകൊണ്ട് ഉറപ്പോടുകൂടി പണത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കൊട്ടേഷനായിരുന്നു. പണം എന്ന് പറയുന്ന കോടികളാണ് വാഗ്ദാനം ചെയ്തെന്ന് പറയുന്നത്. പക്ഷെ 1 ലക്ഷം രൂപയൊക്കെയാണ് ആദ്യം, പിന്നീട് ഒരു 30,000 രൂപയൊക്കെ കൊടുത്തു. അപ്പൊ ഇത്രയും വലിയൊരു കോടികളുടെ കൊട്ടേഷൻ നടക്കുമ്പോൾ ഒരു അഡ്വാൻസ് എന്ന് പറയുന്ന ഒരു സംഗതി ബാങ്കിൽ കൂടെ കൈമാറുന്ന കുറവായിരിക്കും, എപ്പോഴും പണമായിട്ടൊക്കെ കൊടുക്കുള്ളൂ. അത് നമ്മൾ കേട്ടു മറ്റേ എവിടെയൊക്കെ വെച്ച്, അതിലൊന്നും തെളിയിക്കാൻ പറ്റിയില്ല. പക്ഷേ ഈ കേസന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയത് ബി സന്ധ്യ IPS ആണ്. അവരെക്കുറിച്ച് നേരത്തെ ഈ ഗംഗേശാനന്ദയായിട്ട് ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ ഉയർന്നിരുന്നു. പിന്നെ സന്ധ്യയ്ക്കൊരു ഡിപ്പാർട്ട്മെന്റിലൊരു പ്രശ്നമുള്ളത് അവരുടെ മുഖ്യ ശത്രുവാണ് R ശ്രീലേഖ IPS, TP സെൻകുമാർ. ഇവരൊക്കെ സന്ധ്യയോടൊരു പ്രൊഫഷണൽ ജലസ് ഉള്ളവരാണ്. ഈ പലതരത്തിൽ DGP സ്ഥാനം, പോലീസിലെ കേഡർ സ്ഥാനം, ഇതൊക്കെ ഉള്ള തർക്കത്തിൽ. അപ്പോൾ തുടക്കം മുതൽ സന്ധ്യക്കെതിരെ ഒരു ലോബി ശക്തമായി കളിച്ചു. ഇത് സന്ധ്യ കെട്ടിച്ചമച്ചൊരു ഗൂഢാലോചനയാണ്. അതുകൊണ്ട് തന്നെ സന്ധ്യയുടെ ഒരു വാശിയുണ്ടായിരുന്നു, ഇത് ആത്യന്തികമായി ഈ കേസ് വിജയിപ്പിക്കുമെന്നൊരു വാശി. അപ്പോൾ അതിനുവേണ്ടി ബി സന്ധ്യ IPS ശരിക്കും ജോലി ചെയ്തു. പിന്നെ ചില ബോധ്യങ്ങൾ നമുക്കത് കാണാതെ പോകാൻ കഴിയില്ല. ഇപ്പോൾ ഭാഗ്യലക്ഷ്മി അവർ ഫെബ്കയിൽ നിന്ന് രാജിവെച്ചു, അതിശക്തമായി പ്രതികരിക്കുന്നു. താൻ കേസിൽ നിന്ന് ഊരിപ്പോകുമെന്ന് ദിലീപ് പലരോടും വെല്ലുവിളിച്ചിരുന്നുവെന്ന് ഭാഗ്യലക്ഷ്മി പറയുന്നു. ഭാഗ്യലക്ഷ്മിയെ പോലെ തന്നെ സിനിമ കരിയർ പോലും റിസ്കിലാക്കിക്കൊണ്ട് പാർവതി ഉൾപ്പെടെയുള്ള എത്ര നടികൾ അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്നു. അവരുടെയൊക്കെ ഉള്ളിലുള്ളൊരു പൊതുബോധം നമുക്ക് കാണാൻ പോവുക അത്ര എളുപ്പമല്ല. കാരണം നമ്മളെക്കാൾ ആ സിനിമാ ലോകവുമായി അടുപ്പമുള്ളവരാണ്. അവർക്ക് സിനിമാ ലോകത്തെ ചെറിയ പൾസുകൾ പോലും അറിയാം. അപ്പോൾ ഒരു കാമ്പുമില്ലാത്ത ഒരു കേസിൽ ഒരാളെ അങ്ങനെ പ്രതിയാക്കി ശിക്ഷിക്കണമെന്ന് ഇവരൊക്കെ ആഗ്രഹിക്കുന്നു എന്ന് നമുക്ക് വെറുതെ. കാരണം മറ്റൊരു വശവും കൂടി അതിനുണ്ട്. നമ്മളിപ്പോൾ ഈ പറയുന്ന പൊതുബോധം അല്ലെങ്കിൽ ഈ പറയുന്ന ചില മൈന്യൂട്ട് കാര്യങ്ങളും ഒരു സിനിമാ മേഖലയിൽ അറിയാമെങ്കിൽ ഓരോ വ്യക്തികളെ ഒരു പക്ഷെ തിരിച്ചറിയാൻ പ്രയാസമായിരിക്കും. ഇതൊരു ഒരു സംഘടനയിലേക്ക് വരുമ്പോൾ ഒരു വ്യക്തിയെ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ പൊതുവേ എല്ലാവരും പറയും അതങ്ങനെയാണ്. ഒരു പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നേരത്തെ വൈരാഗ്യം ഈ വ്യക്തിക്ക് അതിജീവിതയോട് ഉണ്ടായിരുന്നു എന്നുള്ളൊരു പൊതുബോധമൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യുന്ന എങ്ങോട്ടേക്കായിരിക്കും. പക്ഷെ എത്ര ഫോക്കസ് ചെയ്താലും ഒരു പക്ഷേ മറുഭാഗത്ത് സത്യമുണ്ടെങ്കിൽ അവിടെയും ഒരു ചോദ്യചിഹ്നമായിട്ട് വലിയൊരു ഇര ആ മറുഭാഗമാണ്. അങ്ങനെയുണ്ട്. ഇപ്പൊ കാരണം നമുക്കൊരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റോ കൂടുതൽ അറിയാൻ പറ്റില്ല. കാരണം ഇത്രയേറെ പിണറായി സർക്കാർ ഭരിക്കുന്ന ഒരു ഭരണകൂടം മുഴുവനും, അന്വേഷണ ഉദ്യോഗസ്ഥർ മുഴുവനും, കോടിക്കണക്കിന് ജനങ്ങൾ മുഴുവനും ഒരു ഭാഗത്ത് അതിജീവിതയ്ക്ക് ഒപ്പം നിന്നിട്ട് പോലും ഇത് തെളിയിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ചെറിയ സത്യങ്ങൾ അവിടെ ഉണ്ടായിട്ടല്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കഴമ്പിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു തെളിവുകൾ അവശേഷിക്കുമായിരുന്നല്ലോ. എന്തെങ്കിലുമൊക്കെ ഇന്ന് ബി സന്ധ്യ IPS പറഞ്ഞ് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒരു ക്രിമിനൽ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരിക പോലീസിനെ സംബന്ധിച്ച് വലിയ ദുഷ്കരമായ ഒരു അന്വേഷണമാണ്, വലിയ പാടാണ്. ഈ തെളിവുകളാണല്ലോ മുഖ്യം. ഒരു കൊലപാതകം നടന്നാൽ അതിൻ്റെ തെളിവുകൾ, ഒരു ബലാത്സംഗം നടന്നാൽ അതിൻ്റെ തെളിവുകൾ. ഇവിടെ ഗൂഢാലോചനയുടെ തെളിവുകൾ ശേഖരിക്കുക, അത് കോടതിയുടെ മുന്നിൽ വിശ്വാസയോഗ്യതമായി അവതരിപ്പിക്കുക, അത് പ്രതിഭാഗ അഭിഭാഷകരുടെ മുന്നിൽ അത് നിലനിർത്താൻ പ്രോസിക്യൂഷന് കഴിയും. അതൊക്കെ വലിയ വെല്ലുവിളിയാണ്. അതുകൊണ്ടൊക്കെ സംഭവിച്ചതാകാം, നമുക്കറിയില്ല. നമുക്ക് ഇവിടെ എവിടെയോ ഇരുട്ടിനും വെളിച്ചത്തിനും ഇടയിൽ എവിടെയോ ചില സത്യങ്ങൾ തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിൽ സർ പറഞ്ഞതുപോലെ ഒരു ഗൂഢാലോചനയുണ്ട്. അല്ലാതെ പൾസർ സുനി എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ പെൺകുട്ടിയോട് വൈരാഗ്യം തോന്നേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ക്രിമിനൽ മൈൻഡോടെ ഇപ്പൊ ഒരു പീഡനം എന്നുള്ള രീതിയിലാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല. നമ്മൾ മറ്റുള്ള സമൂഹത്തിൽ നടന്നിട്ടുള്ള പീഡനങ്ങളൊക്കെ നമ്മുടെ കൺമുന്നിലുണ്ട്. ഇത് ഗൂഢമായ ലക്ഷ്യത്തോടു കൂടി ഈ അതിജീവിതയ്ക്ക് എതിരെ നടന്ന ഒരു ഗൂഢാലോചന തന്നെയാണ്. ദിലീപ് സിനിമാ മേഖലയെ അടക്കി ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ അയാൾക്ക് ശരിക്കും ഒരു മാഫിയ രീതി ഉണ്ടായിരുന്നു എന്നാണ് സിനിമക്കാർ പറയുന്നത്. ഒപ്പം ദിലീപിനെ തകർക്കാനും മറ്റൊരു മാഫിയ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതും ഒരു പക്ഷെ ചേർന്ന് നിൽക്കുന്നവരാണ് ഈ പെൺകുട്ടിക്ക് ഈ വിധി വരുത്തിയെന്നും പറയാൻ പറ്റില്ല. ഈ രണ്ടു പക്ഷമാണ്. ഒരു പക്ഷേ നീതി എനിക്ക് തോന്നുന്നു ഹൈക്കോടതി. നമുക്ക് എല്ലാവർക്കും രണ്ടു പക്ഷം എപ്പോഴും വാദമുഖങ്ങൾ ഉയർത്താം. പക്ഷെ അവിടെയൊക്കെ ജീവിതത്തിൽ എന്നും ഒരു അനുവാദമില്ലാതെ മറ്റൊരു സംഘം പുരുഷന്മാരുടെ മുന്നിൽ സ്വന്തം ശരീരം പ്രദർശിപ്പിക്കേണ്ടി വരുന്ന, സ്വന്തം ശരീരം കീറി മുറിച്ച ഏറ്റവും വലിയ ട്രോമ, അതിജീവിതയുടെ ആ കണ്ണീർ, അത് കേരളത്തെ വേട്ടയാടും. അത് ദൈവത്തിൻ്റെ കോടതിയിൽ ആരാണ് ഇതിൻ്റെ യഥാർത്ഥ കൾപ്രിറ്റുകൾ അവരെ
വിധി വേട്ടയാടും. ഞാൻ പറയുന്നത് ഇനി ഏറ്റവും കൂടുതൽ ദിലീപിലേക്കായിരിക്കും ഫോക്കസ് ചെയ്യേണ്ടത്. കാരണം ദിലീപ് ഇനി സുപ്രീം കോടതിയിലേക്ക് പോകുന്നത്. ദിലീപിന്റെ ഭാഗത്ത് നീതി ഉണ്ടെങ്കിൽ, സത്യമുണ്ടെങ്കിൽ, ഇതിന്റെ ഗൂഢമായിട്ടുള്ള നീക്കങ്ങൾ ആരൊക്കെ നടത്തി ദിലീപ് ഇനി കൊണ്ടുവരട്ടെ. പക്ഷെ ഇവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. കാരണം എന്നാലും ഒരു അഗ്നിശുദ്ധി അവിടെ അല്ല, നമുക്ക് ദിലീപിന്റെ അഗ്നിശുദ്ധി അല്ല ഇവിടെ പ്രധാനം. ദിലീപിന്റെ കാര്യം നോക്കട്ടെ. ദിലീപിന് ഹൈക്കോടതി പോകാം, അല്ല സുപ്രീം കോടതി പോകാം, ഇരുവാദം ഉയർത്താം, കേസ് കൊടുക്കാം, ദിലീപിൻ്റെതായ ജോലി ചെയ്യട്ടെ. പക്ഷെ ഇവിടെ ഒരു അതിജീവിതയുടെ കണ്ണീർ, മറ്റൊരു ബലാത്സംഗം പോലെ അല്ല ഇത്. ഒരു കൊട്ടേഷൻ ബലാത്സംഗത്തിന് വിധേയമാകേണ്ടി വന്ന, ഒരു വിവാഹം മുന്നിൽ നിൽക്കുന്ന അച്ഛൻ മരിച്ച ഒരു ഇളം പ്രായത്തിലുള്ള ഒരു നടിയുടെ ഒരു ട്രോമ, അവരുടെ വിവസ്ത്രയാക്കപ്പെട്ട അനുഭവം, അവരെ ക്രൂരമായി വലിച്ചു കീറിയ രംഗങ്ങൾ, അത് എത്രയായാലും നമ്മുടെ കണ്ണിൽ നിന്ന് മായില്ല, നമ്മുടെ മനസ്സിൽ നിന്ന് മരിക്കുവോളം ഓർമ്മകൾ മായില്ല. അതിലപ്പുറം അതിജീവിതയെ നമ്മുടെ നീതിന്യായ സംവിധാനം ഏതെങ്കിലും തലത്തിൽ കണ്ടില്ല എങ്കിൽ ദൈവത്തിൻ്റെ കോടതിയുണ്ട് ഇവിടെ. അത് മാത്രമേ നമുക്ക് ആത്യന്തികമായി പറയാൻ കഴിയൂ. തീർച്ചയായിട്ടും ഇനി നേരെ ഹൈക്കോടതി, സുപ്രീം കോടതി ഒക്കെ നമ്മുടെ മുന്നിലുണ്ട്. തീർച്ചയായിട്ടും നീതി ആ പെൺകുട്ടിക്ക് കിട്ടണം. എപ്പോഴും അവൾക്കൊപ്പം തന്നെയാണ്. തീർച്ചയായിട്ടും. നന്ദി, നമസ്കാരം.